أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. അതിനുശേഷമുള്ളതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതാകട്ടെ അവരുടെ പക്കലുള്ളതിനെ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സത്യമാണു താനും. പറയുക, നിങ്ങൾ വിശ്വാസികൾ തന്നെയെങ്കിൽ ഇതിനു മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തു കാരണത്താലായിരുന്നു? وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ തീർച്ചയായും സ്പഷ്ടമായ തെളിവുകളോടുകൂടി മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം സീനായ് മലയിലേക്ക് പോയപ്പോൾ നിങ്ങൾ അക്രമികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്കുമീതെ സീനാമലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യുക എന്നു നാം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നുവെന്നാണവർ നിങ്ങളിലെ നമ്മുടെ അന്നത്തെ സംബോധിതർ മറുപടി പറഞ്ഞത്. അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം നിലീനമാക്കപ്പെട്ടു. പറയുക, നിങ്ങൾ വിശ്വാസികളാണെന്നു വാദിക്കുന്നുവെങ്കിൽ ഏതൊന്നിനായി നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നുവോ അത് വളരെ നീചം തന്നെ. قُلْ إِن كَانَتْ لَكُمُ الدَّارُ الْآخِرَةُ عِندَ اللَّهِ خَالِصَةً مِّن دُونِ النَّاسِ فَتَمَنَّوُا الْمَوْتَ إِن كُنتُمْ صَادِقِينَ പറയുക, മറ്റു മനുഷ്യർക്കില്ലാതെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കു മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. وَلَن يَتَمَنَّوْهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ എന്നാൽ അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ച പാപകൃത്യങ്ങൾ നിമിത്തം അവർ അതിനായി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അല്ലാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനത്രേ. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജീവിക്കുവാൻ ആസക്തിയുള്ളവരായി അവരെയും ബഹുദൈവ വിശ്വാസികളിൽ ചിലരെയും നിനക്കു കാണാം.
1000 വർഷം ജീവിച്ചാൽ കൊള്ളാമെന്ന് അവരിൽ ഓരോരുത്തനും ആഗ്രഹിക്കുന്നു. എന്നാൽ അവന് ദീർഘായുസ് ലഭിക്കുകയെന്നത് അവനെ ശിക്ഷയിൽ നിന്ന് യാതൊരു വിധത്തിലും ഒഴിവാക്കുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. പറയുക, ജിബ്രീൽ അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം ഇതിനെ, ഖുർആനെ, അതിനു മുമ്പിലുള്ളതിനെ, ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും സത്യവിശ്വാസികൾക്ക് സന്മാർഗവും സുവിശേഷവും നൽകുന്നതുമായ നിലയിൽ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ച കാരണത്താൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശത്രുവാകുന്നുവെങ്കിൽ അവർ ഓർത്തിരിക്കട്ടെ, ഏതൊരാൾ അല്ലാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും വിശിഷ്യ ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ശത്രുവാകുന്നുവോ, നിശ്ചയമായും അല്ലാഹു അത്തരം നിഷേധികളുടെ ശത്രുവാകുന്നു.